നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം മഴ കുറച്ചേരം തോർന്നപ്പോൾ ഞാൻ വൈകുന്നേരം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മൈലാഞ്ചി മരത്തിൽ നിറയെ ഇല ഉണ്ട് കേട്ടോ. എന്നിട്ട് കാടയിക്കണ്. അപ്പോൾ എന്തായാലും ഒന്ന് വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വെട്ടാൻ പറ്റില്ല, കാരണം അതങ്ങനെ പിടിച്ച് കുലുക്കുമ്പോൾ തന്നെ നല്ല നനവുണ്ട്. മഴ ഇങ്ങനെ പെയ്യായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ തോർന്നിട്ട് ഇനി വെട്ടി കൊടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും അതിന് കുറച്ച് ഇലകൾ ഊരാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഇലകളൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അവരാരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ നോക്കി നിൽക്കുകയാണ്. കാരണം അവരങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല. തോട് തൊട്ട് മുന്നിലുമാണ്, പിന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്, നല്ല ഒഴുക്കുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയത് കണ്ടിട്ട് അവരിറങ്ങിയിട്ട് മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കപ്പൊക്കെ എടുത്തിടുന്ന് അപ്പുറത്തെ തൊടിയിൽ അവിടെയൊക്കെ കുറേ ചാടി കഴിച്ച് ഒരാൾ ക്ലാസ് കഴിഞ്ഞ് യൂണിഫോം ഒക്കെ മാറ്റാതെ എൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും അവരെ കൂടെ ഞാനും കുറച്ചു നേരമൊക്കെ നിന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ അകത്ത് കയറി മൈലാഞ്ചി അരച്ചു. മൈലാഞ്ചി അരച്ചപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ 3-4 ഗ്രാമ്പും അതുപോലെ പുളിവെള്ളം കൂടി ചേർത്ത് അരക്കണമെങ്കിൽ മൈലാഞ്ചിക്ക് നല്ല ചുവപ്പ് നിറം കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കോണ്ടി. എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒന്ന് പരീക്ഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ മൈലാഞ്ചി ഇടാൻ പോകണം നമ്മൾ. മൈലാഞ്ചി കൊണ്ട് പൂക്കളൊന്നും വരച്ചില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് പൂക്കളൊന്നും വരക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തായാലും എല്ലാം കയ്യിലങ്ങോട്ട് പരത്തിയിട്ടൊരു തൊപ്പിയൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും ഇട്ട് നോക്കിയിട്ടുണ്ട്. എന്തായാലും കയ്യിന് നല്ലതാണല്ലോ, നാച്ചുറൽ അല്ലേ, കെമിക്കലൊന്നും ഇല്ലാത്തല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ മൈലാഞ്ചി അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തുളസി, അതുപോലെ തന്നെ പനിക്കുറുക്കൽ, ആടലോടകം, ആര്യവേപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യം വരും. നമ്മൾ ചിലപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് അടുത്ത വീട്ടിലേക്കോ എവിടേക്കെങ്കിലുമൊക്കെ ഓടലാണല്ലോ ചില സമയത്ത്. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുളസിൻ്റെ ഇല അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പനിക്കുറുക്കലൊക്കെ ആവശ്യം വരുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോയി അന്വേഷിക്കും. എന്തിന് പറയണേ, ഈ മൈലാഞ്ചിനെ നമ്മൾ എവിടേക്കേ പോയി അന്വേഷിക്കാറുണ്ട്. ഇപ്പോഴല്ലേ ഈ കടയിൽ നമ്മൾ മൈലാഞ്ചിയൊക്കെ വാങ്ങൽ. പണ്ട് നമ്മൾ പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ കല്യാണം വരുമ്പോഴൊക്കെ എവിടേക്കോ പോയിട്ട് മൈലാഞ്ചി ഊരി കൊണ്ടുവരാറുണ്ടല്ലേ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആർക്കും ഈ മൈലാഞ്ചി വേണ്ട. ഇപ്പം ഉണ്ടെങ്കിലും വീട്ടിലാരുണ്ടെങ്കിലും മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷെ ഏറ്റവും നാച്ചുറലായിട്ട് നമ്മളെ കയ്യിനും ഇട്ട ഭംഗി ഉണ്ടാവുക ഈ ഒരു മൈലാഞ്ചിയാണ്.